കൊച്ചിയിൽ ലഹരിയിലായിരുന്ന യുവാക്കൾ തമ്മിൽ കൂട്ടയടി. ഏറ്റുമുട്ടലിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. കൊച്ചി ക്വീൻസ് വാക്ക്വേയിലാണ് യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. വഴിക്ക് തടസ്സം നിന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. പരിക്കേറ്റ യുവാവ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, ഈ കൊച്ചിയിൽ വന്നതിന് ശേഷം വളരെ മനോഹരവും സമാധാനപരവുമായ ഒരു നൈറ്റ് ലൈഫ് ഉണ്ട് എന്ന് ഞാൻ കരുതിയിരുന്ന ഇടമാണ് ഈ ക്വീൻസ് വാക്ക്വേ. ഏതായാലും അവിടെയാണിപ്പോൾ അത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. രണ്ട് സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ? പോലീസ് കേസെടുത്തിട്ടുണ്ടോ? ലക്ഷ്മി, അത് തന്നെയാണ് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സമാധാനപരമായി കാര്യങ്ങൾ കൊണ്ടുപോയിരുന്ന ഒരിടം കൂടിയാണ് ഈ ക്വീൻസ് വാക്ക്വേ എന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ രണ്ട് സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു, കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. രണ്ട് സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. ഇവർ ലഹരിയിലായിരുന്നു. ഒരു സംഘത്തിന്റെ കാറ് പൂർണ്ണമായും തല്ലി തകർത്തു, യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചു. ആ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സാരമായി പരിക്കേറ്റ ഒരാളിപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ കാറ് കടന്നു പോകാൻ വഴി കൊടുത്തില്ല എന്ന് പറഞ്ഞായിരുന്നു ആക്രമണം ആരംഭിച്ചത്. രണ്ടു കൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചതും വൈപ്പിനിൽ നിന്നാണ്. പിന്നീട് അത് ക്വീൻസ് വാക്ക്വേയിൽ എത്തുകയായിരുന്നു. ഈ സംഘർഷം നടക്കുമ്പോൾ നിരവധി കുടുംബങ്ങൾ അവിടെ രാത്രി എത്തിയിട്ടുണ്ടായിരുന്നു. ആ കുടുംബങ്ങളുടെയും കുട്ടികളുടെയും സ്ത്രീകളുടെയും എല്ലാം മുന്നിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള വലിയ അതിക്രമം നടക്കുന്നത്. എന്തായാലും ഇതിൽ മർദ്ദനമേറ്റ ആൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മർദ്ദിച്ച ആളുകൾ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി, കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണി.